ഹലോ ഗായ്സ്, അങ്ങനെ കാത്തിരുന്ന് ഓണം എത്തിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ എണീറ്റ് പൂക്കളിടാമെന്ന് വിചാരിച്ചു. ഉത്രാടത്തിന് നന്നായിട്ട് വരച്ചിട്ടൊക്കെ സെറ്റപ്പിലിടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ അത് ആദ്യം തന്നെ നല്ല നടുവിലായിട്ട് നല്ല നാടൻ പൂവാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള പൂക്കളാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. തിരുവോണത്തിനും ഉത്രാടത്തിനും രണ്ടും കൂടെ ആയിട്ട് കുറേ പൂക്കൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പൈസയ്ക്ക് കുറച്ച് അധികം പൂക്കളം തന്നിട്ടുണ്ടായിരുന്നു. അറിയുന്ന കടയായതുകൊണ്ട് കുറച്ച് അധികം പൂക്കളം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കളർഫുള്ളായിരുന്നു. എല്ലാ പ്രാവശ്യവും വാങ്ങുമ്പോഴും മഞ്ഞ മല്ലിക, ഓറഞ്ച് മല്ലിക, റോസ് പൂവ്, അതുപോലെ ഈ വാടാമല്ലിയാണ് നോർമലായിട്ട് കിട്ടാറുള്ളത്. ഇന്ന് ബ്ലൂവിൽ ജമന്തി, റോസിൽ ജമന്തി, വൈറ്റിലുണ്ട്, പിന്നെ റെഡ് റോസ് പൂവുണ്ട്, അങ്ങനെ ഓറഞ്ച് റോസ് പൂവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പൂക്കളായതുകൊണ്ട് ഇട്ടാൽ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും. അങ്ങനെ ആദ്യം പാറൊന്നും എണീറ്റിട്ടില്ല. അവർ എണീക്ക് മുമ്പ് വേഗം ഇട്ട് കഴിയാമെന്ന് വിചാരിച്ചു. എണീറ്റ് അവർ ഫുള്ളും വലിച്ചിടലാവും, പൂക്കളൊക്കെ വാരി വിതറും. അപ്പോഴേക്കും വേഗം ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ആദ്യം പാറു ഇതാ എണീക്കാറായിട്ടുണ്ട്. അങ്ങനെ പൂക്കളൊക്കെ ഏകദേശം റെഡി ആയി സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പൂക്കളം ഞങ്ങളത് എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അതുപോലെ പാറക്കുട്ടിനെ എണീറ്റ് കുളിപ്പിച്ച് ഒക്കെ ഫ്രഷ് ആയിട്ടുണ്ട്, മാറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൾ വാച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാച്ച് കെട്ടാൻ അവൾക്ക് കഴിയുന്നില്ല, അപ്പോൾ അതിനൊരു ശ്രമത്തിലാട്ടോ അവൾ. അങ്ങനെ അച്ഛൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ പറയുന്ന രീതിക്ക് അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു വാച്ചൊക്കെ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവൾ ഇതാ വാച്ച്മ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വാച്ചൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഇതാ അച്ഛനോട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ടോ. ചില സമയത്ത് ഭയങ്കര സ്നേഹപ്രകടനമായിരിക്കും കേട്ടോ. ചില സമയത്ത് മൈൻഡും കാര്യങ്ങളുണ്ടാവില്ല. അവളേതായ രീതിയിൽ നടക്കും. അവൾക്ക് തോന്നണം, എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൾക്ക് തോന്നണം, എന്നാലേ അവൾ ചെയ്യുള്ളൂ. അങ്ങനെ കുറച്ച് നേരം അച്ഛനോട് കുറേ നേരം കൊഞ്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ ആക്ഷനും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അച്ഛനോട് അങ്ങനെ കാണിക്കാൻ പറ്റുമോ, അച്ഛക്ക് കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവർ തമ്മിലുള്ള വീഡിയോ കോളായിരുന്നു കേട്ടോ. അങ്ങനെ ആദിക്കുട്ടൻ ഉണ്ടായിരുന്നു. ആദിക്കുട്ടന് കച്ചറ ഉണ്ടാക്കുമായിരുന്നു ഫോണിന് വേണ്ടിയിട്ട് കേട്ടോ. അച്ഛനെ വിളിക്കാൻ വേണ്ടിയിട്ട് കച്ചറ ഉണ്ടാക്കുമായിരുന്നു. രണ്ടുപേരും കച്ചറിലായിരുന്നു. അതിന് പാറുക്കുട്ടിക്ക് കുറച്ച് നേരം കൊടുത്തിട്ട് പിന്നെ ആദിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം കുറേ നേരം സംസാരിച്ച് പാറും സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പുട്ടും പപ്പടും ചെറുപയർ കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും അതൊക്കെ കഴിച്ച് കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൂക്കളം കണ്ടിട്ടുണ്ട്. പൂവ് കണ്ടിട്ട് കുറച്ച് നേരം തൊട്ട് നോക്കണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് എന്തായാലും കൈ അടങ്ങിയിരിക്കില്ല. അപ്പോൾ രണ്ടുപേര് തൊട്ട് നോക്കണമൊക്കെ ഏകദേശം കൊളാക്കണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ. അപ്പോൾ അതിനുള്ള ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. കടായി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ചിക്കൻ കേട്ടോ. അതിനുള്ള കടായിക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് അരിഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പുട്ടും പപ്പടും പിന്നെ ചിക്കൻ പൊരിച്ചതിൻ്റെ 2 പീസ് എടുത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടായി ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ആദ്യക്കൂട്ടനേറ്റ് ഞാൻ മേലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനേറ്റ് കുറച്ച് മേലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് മോയ്സ്ചറൈസറാണ് തേക്കുന്നത്. മോയ്സ്ചറൈസർ തേച്ചതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഞാൻ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. താഴത്തെ വീട്ടിൽ നിന്ന് എടുക്കാമെന്നാണ് ഒരു പ്ലാനിങ് കേട്ടോ. അങ്ങനെ ആദ്യം ഭയങ്കര കരച്ചിലും കാര്യങ്ങളായിരുന്നു. അങ്ങനെ ആദ്യം ഉറക്കിയതിൻ്റെ ശേഷം കേട്ടോ ഞാൻ ഈ മേക്കപ്പ് തുടങ്ങിയിട്ടുള്ളത്. സാരി എടുക്കാൻ കുറച്ച് പണിയായിരുന്നു ആദ്യം ഉണ്ടായതുകൊണ്ട്. അങ്ങനെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഇടണേ. അപ്പോൾ ഓക്കെ, ബായ്.